ഈ വർഷത്തെ നോബൽ പ്രൈസ് അനൗൺസ് ചെയ്തായിരുന്നു. അതിൽ ക്വാണ്ടം ടണലിങ്ങിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൽ നോബൽ പ്രൈസ് കിട്ടി. സോ അത് ക്വാണ്ടം ടണലിങ് ക്വാണ്ടം മേഖലയിലെ നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ രീതിയിൽ അത് പരീക്ഷിച്ചു. അതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ നോബൽ പ്രൈസ് കിട്ടിയത്. ആ എക്സ്പെരിമെൻ്റ് വെച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ. ഇന്നത്തെ വീഡിയോ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ചാണ്. എൻറ്റാങ്കിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യുക, തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് എൻറ്റാങ്കിൾ ചെയ്ത് ഇപ്പോൾ രണ്ട് പേരെ തമ്മിൽ, എന്നെയും എൻ്റെ ഒരു കൂട്ടുകാരനും തമ്മിൽ എൻറ്റാങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നേരെ വരുന്നൊരു എഫക്റ്റ്, ഇപ്പോൾ റൊട്ടേഷൻ ആവുക, അല്ലെങ്കിൽ ഞാൻ സ്പീഡിൽ പോകുന്നതാവാം, ആ എഫക്റ്റ് എൻ്റെ കൂട്ടുകാരനിലും ഉണ്ടാവും. അതാണ് എൻറ്റാങ്കിൾ ചെയ്യുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റും ഒരു വിയേർഡായിട്ടുള്ളൊരു ഫിസിക്സാണ്. അപ്പോൾ കുറേ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തും ഉണ്ട്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് അല്ലെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുമ്പം അടുത്തടുത്തിരിക്കുക എന്നുള്ളതല്ല, എത്ര ദൂരം കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അതിനെ ഒരു എൻറ്റാങ്കിൾമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട്, വേറൊരു പാർട്ടിക്കിൾ ചെന്നൈയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ എൻറ്റാങ്കിൾഡ് ആണെങ്കിൽ അത് തമ്മിൽ അതിലൊരെണ്ണത്തിന് വരുന്ന ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി അടുത്തതിനും വരും. സോ ഡിസ്റ്റൻസ് ഡസൻറ്റ് മാറ്റർ ഇൻ എൻറ്റാങ്കിൾമെൻറ്റ്. തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഒബ്ജക്റ്റ് ലൈറ്റാണ്. ലൈറ്റിൻ്റെ സ്പീഡിന് ഒരു ഒബ്ജക്റ്റിന് ഓവർകം ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിലൂടെ ഒബ്ജക്റ്റ് അല്ലെ പാർട്ടിക്കിൾ എയിൽ വരുന്ന ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പാർട്ടിക്കിൾ ബിയിൽ റിഫ്ലക്റ്റ് ആവും. അതായത് ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും വേഗതയിൽ ആ റിഫ്ലക്ഷൻ അവിടെ വരും. അപ്പോൾ ഈ ക്വാണ്ടം സ്റ്റേറ്റിൽ എൻറ്റാങ്കിൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതുപോലെ എൻറ്റാങ്കിൾ ചെയ്ത രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെയും രണ്ടിൻ്റെയും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം നേച്ചർ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹൈസൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഈ ക്വാണ്ടം സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിൻ്റെ, അതായത് ക്വാണ്ടം എൻറ്റാങ്കിൾ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ, പിന്നെ മൊമെൻറ്റം, ഇതൊക്കെ സൈമിൾട്ടേനിയസ്ലി സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു ടോപ്പിക്കാണ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, അവിടെ നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ക്യൂബിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്യൂബിറ്റ്സ് എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിളാണ്. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് വളരെ തണുത്ത അറ്റ്മോസ്ഫിയറിലാണ്. അപ്പോൾ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പറയുമ്പോഴും അത്രയും അത് ക്ലോസ് ടു 0 ഡിഗ്രി സെൽഷ്യസിലാണ് എൻറ്റാങ്കിൾമെൻറ്റ് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ടു 0 ഡിഗ്രി സെൽഷ്യസിലാണ് പാർട്ടിക്കിൾസ് അതിൻ്റെ ക്വാണ്ടം നേച്ചർ കാണിക്കുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫിസിക്സ്, അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വാണ്ടം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ സ്പൂക്കി ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് എന്നാണ് വിളിച്ചത്. വേറെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.